ഹലോ സാർ. ഹലോ. ഹലോ, ഞാൻ കണ്ണൂരിൽ നിന്നാണ്. നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് മുഹമ്മദ് ഹാദി എന്നാണ്. പറയൂ മുഹമ്മദ്. സാറിലെ പോലത്തെ സാറിന്റെ കീഴിലുള്ള ടീംസ് അല്ല അന്വേഷണം നടത്തിയത്? അതെ, എന്റെ കീഴിലുള്ള ടീമാണ് അന്വേഷണം നടത്തിയത്. പറയൂ. അതെന്താണ് ഇപ്പൊ പ്രതിക്ക് ജാമ്യം കിട്ടിയല്ലോ, ജാമ്യം കിട്ടേണ്ട വകുപ്പല്ലല്ലോ അത്? നിങ്ങൾ ആ കേസ് മുഴുവൻ പഠിച്ചോ മുഹമ്മദ്? നമ്മൾ പഠിച്ചത് പോക്സോ കേസിന്റെ നിയമം അനുസരിച്ച് ഒരു ഞാൻ പീഡിപ്പിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ തന്നെ ചുരുങ്ങിയത് 20 വർഷം പണിഷ്മെന്റ് ആണ്. അങ്ങനെയാണല്ലോ. ഞാൻ ചോദിച്ചതിന് സമാനം പറയൂ മുഹമ്മദ് വീട്ടിട്ട്. ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് എന്നിട്ട് മനസ്സിലായത്? അങ്ങനെയാണ്. സ്കൂളിൽ വെച്ച് അധ്യാപകൻ പെൺകുട്ടി ഒരുപാട് പീഡിപ്പിച്ചതെന്ന് പെൺകുട്ടി തന്നെ പറഞ്ഞു. ചെറിയ 4 ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി തന്നെ പറഞ്ഞു. പോക്സോ കേസിന് ഈ കുട്ടി പറയുന്ന ദിവസം മാഷ് അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ചോ? അന്വേഷിച്ചു. മാഷ് പീഡിപ്പിച്ചെന്നാണ് കുട്ടി പറയുന്നത്. മാഷ് ഞാൻ ചോദിച്ചത്, കുട്ടി പറഞ്ഞ ദിവസങ്ങളിൽ കുട്ടി 2 മൊഴി കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. 2 തവണ കോടതിയിൽ മൊഴി കൊടുത്തിട്ടുണ്ട്. ഒന്ന് FI മൊഴിയും, ഒന്ന് കുട്ടി കൊടുത്ത 164. മജിസ്ട്രേറ്റിന് മുമ്പ് കൊടുത്ത മൊഴി ഞങ്ങൾക്ക് മാറ്റാനോ പിടിക്കാനോ പറ്റില്ല. ആദ്യം അത് മനസ്സിലാക്കുക. ഹലോ. ഹലോ, കുട്ടി പീഡിപ്പിച്ചെന്നല്ലേ മൊഴി കൊടുത്തത്? കേൾക്കൂ, കുട്ടി പീഡിപ്പിച്ചെന്ന് മൊഴി കൊടുത്തു. പക്ഷെ കുട്ടി പറഞ്ഞ പല ദിവസങ്ങളിലും പീഡിപ്പിച്ചെന്ന് ആദ്യം പറഞ്ഞത് 15-ാം തീയതിക്ക് മുമ്പ് മാഷ് പീഡിപ്പിച്ചു എന്നാണ്. ജനുവരി മാസത്തിലെ 2ാമത്തെ ആഴ്ച 15-ാം തീയതിക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ 4-നും 14-നും ഇടയ്ക്ക്. അതെ. അപ്പൊ ഈ ദിവസത്തിൽ മാഷ് അവിടെ ഉണ്ടാവണ്ടേ? ആ സമയത്ത് മാഷ് അവിടെ ഉണ്ടായിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പഠിച്ചോന്ന് ചോദിച്ചതിന്റെ കാര്യമാണ്. മാഷ് ആ സമയത്ത് ലീവ് എടുത്തിട്ട് അയാള് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇരിക്കുകയാണ്. അയാളുടെ സഹോദരിയുടെ ഹൃദയ ശസ്ത്രക്രിയയായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇത് എങ്ങനെ ഞാൻ പോക്സോച്ചപ്പോ ഈ കുട്ടി 14-ാം തീയതിക്ക് മുമ്പെന്ന് പറയുന്ന ഒരു ദിവസം മാഷ് ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് ഇതിന് ചാർജ് കൊടുക്കാൻ പറ്റുക? നിങ്ങൾ അന്വേഷിച്ചോ? സാറെ, കുട്ടിയെ ഡേറ്റ് പറഞ്ഞു, ഇന്ന ദിവസത്തിനിടയിലാണ് പീഡിപ്പിച്ചതെന്ന്. കുട്ടി ഇങ്ങനെയല്ല പറഞ്ഞു, ഞാൻ ഒരുപാട് തവണ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന്. കുട്ടി പറഞ്ഞത് 3 തവണ പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ്. അത് ആദ്യം അങ്ങനെയല്ല പറഞ്ഞത്. ആദ്യം പറഞ്ഞത് 1 പ്രാവശ്യം പീഡിപ്പിച്ചു എന്നാണ്. കോടതിയിൽ പറയുന്നത് ആദ്യം പറഞ്ഞത് 1 പ്രാവശ്യം പീഡിപ്പിച്ചു എന്നാണ്. 2ാമത് കൊടുത്ത വഴിയിൽ 3 ദിവസം പറഞ്ഞു. 15, 26, ഫെബ്രുവരി 2. 3 ദിവസം പറഞ്ഞു. അപ്പൊ ഈ 3 ദിവസം ഇത് നടക്കാനുള്ള സാഹചര്യം ബാക്കിയുള്ളവരുടെ മൊഴികളിൽ നിന്നും അധ്യാപകന്റെ CDRൽ നിന്നും, CDR എന്ന് പറഞ്ഞാല് മൊബൈൽ ടവർ ലൊക്കേഷൻ, മനസ്സിലാവുന്നുണ്ടോ? മൊബൈൽ ടവർ ലൊക്കേഷൻ, അയാൾ മറ്റു ചെയ്ത പ്രവർത്തികൾ, ഇതെല്ലാമായിട്ട് വിയോജിക്കണ്ടേ? ഇനി നിങ്ങൾ ആ നാട്ടുകാരല്ലേ, നിങ്ങൾ ആ കുട്ടിയുടെ ഒരു മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമൊന്നും മനസ്സിലായിക്കോളൂ. 15-ാം തീയതി കുട്ടിയെ അധ്യാപകൻ പീഡിപ്പിച്ചെന്ന് പറഞ്ഞത് ബാത്റൂമിനകത്ത് കയറിയിട്ടാണ്. കേട്ടിട്ടുണ്ടല്ലോ? ബാത്റൂമിനകത്ത് കയറുന്നത് രാവിലെ 11:30-നും 11:40-നും ഇടയ്ക്കാണെന്നാണ് കുട്ടി പറയുന്നത്. ബ്രേക്കിന്റെ സമയം. ഈ ബ്രേക്കിന്റെ സമയത്ത് അധ്യാപകൻ ചെന്ന് അടച്ചിട്ടിരിക്കുന്ന ബാത്റൂമിന്റെ വാതിലിൽ മുട്ടുന്നു. കുട്ടി കുറ്റിയെടുക്കുന്നു. ഹലോ. കേൾക്കുന്നുണ്ട്. ഈ സ്കൂളിലെ ഈ ബാത്റൂമിന് കഴിഞ്ഞ 1 വർഷമായിട്ട് കുറ്റി ഇല്ല എന്നുള്ളതാണ് ആദ്യത്തെ വസ്തുത. അപ്പൊ 5 കുട്ടികൾ ഒന്നിച്ചു പോയിട്ട് 1 കുട്ടി പിടിച്ചു നിന്നിട്ടാണ് മറ്റു 4 കുട്ടികൾ ബാത്റൂമിൽ പോവുക. അതെല്ലാ കുട്ടികളും പറയുന്ന കാര്യം. അപ്പൊ ഒന്നാമത് കുറ്റി എന്ന് പറഞ്ഞത് തന്നെ വസ്തുതയ്ക്ക് നിരക്കാത്ത കാര്യമായി. കേട്ടല്ലോ? അടുത്ത കാര്യം, മാഷ് ബാത്റൂമിനകത്ത് കയറി ഷോള് കൊണ്ട് കുട്ടിയുടെ കൈ ബന്ധിച്ചു. കുട്ടിയുടെ മൊഴിയാണ്, ഞാൻ പറയുന്നതല്ല. എന്നതിന് ശേഷം മാഷിന്റെ മുണ്ടുരിഞ്ഞിട്ട് കുട്ടിയുടെ വാ മൂടിക്കെട്ടി. എന്നിട്ട് കുട്ടിയുടെ നഗ്ന ചിത്രം എടുത്തിട്ട് കുട്ടിയുടെ ഉമ്മയ്ക്ക് അയച്ചു കൊടുത്തു ഫോണില്. ഹലോ. അത് കഴിഞ്ഞിട്ട് മാഷ് പറഞ്ഞു, ഇത് പുറത്ത് പറഞ്ഞു നിന്നെ കൊന്നു കളയുന്നു. മാഷ് ഇറങ്ങിപ്പോയി. അപ്പൊ മാഷ മുണ്ട് എവിടെയാണ്? മുണ്ടൂരിട്ടുണ്ടാവുമല്ലോ. മുണ്ട് ഊരിയിട്ടും കുട്ടിയുടെ മുഖത്ത് കെട്ടിയിരിക്കുകയാണ്, മനസ്സിലാക്കണം. എന്നിട്ട് ആവശ്യ നിർവഹണത്തിന് ശേഷം മുണ്ടൂരിട്ടുണ്ടാവുമല്ലോ. മുണ്ടൂരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. മുണ്ടൂരിയിട്ടില്ല. കുട്ടിയാണ് പിന്നെ വളരെ കഷ്ടപ്പെട്ട് മുണ്ടൂരുന്നത്. കുട്ടിയുടെ മൊഴിപ്രകാരേ എന്ന് പറഞ്ഞ മാഷ് ഇറങ്ങി പോയപ്പോ മുണ്ടില്ലാതെ പോയി എന്നാണ് കുട്ടി പറഞ്ഞിരിക്കുന്നത്.
ഒന്ന്. സാറേ ചെറിയ 4ാം ക്ലാസ്സിലെ കുട്ടി പറയും നമുക്കിത് മനസ്സിലായിക്കൂടെ സാറേ? നോക്ക് സുഹൃത്തെ, ഒരു കാര്യമാണെങ്കിൽ മനസ്സിലാക്കാം, 5 കാര്യം മനസ്സിലാക്കാം. നീ കേൾക്കൂ. കുട്ടി പറഞ്ഞ അടുത്ത കാര്യം, ഈ കുട്ടി ഫോട്ടോ എടുത്തു ഉമ്മയ്ക്ക് അയച്ചു എന്ന് പറയുന്നത് തെറ്റി പറയുന്നതല്ലോ. അല്ല. അപ്പൊ ഈ കുട്ടിയുടെ ഫോൺ, ഈ മാസ്റ്റർ ഫോണിലോ ഉമ്മയുടെ ഫോണിലോ ഈ ഫോട്ടോ കാണണ്ടേ? ഞങ്ങൾ നോക്കുമ്പോ ഡിലീറ്റ് ചെയ്താൽ പോരെ സാറേ? ഡിലീറ്റ് ചെയ്താൽ കാണില്ല എന്നാണ് നിങ്ങൾ വിചാരിച്ചത്? തെറ്റായ ധാരണയത്. എന്ത് ഡിലീറ്റ് ചെയ്ത ഏതോ എന്ത് ഡിലീറ്റ് ചെയ്താലും ഞങ്ങൾക്ക് റിട്രീവ് ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോ നിങ്ങളുടെ ഫോണിൽ നിന്ന് ഒരു ഇമേജ് നിങ്ങൾ ഡിലീറ്റ് ചെയ്താൽ ആ ഫോൺ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ ഒരു ഇമേജ് ഉണ്ടായിരുന്നോ ഡിലീറ്റ് ചെയ്ത സമയമടക്കം കിട്ടും. അങ്ങനെ ഒരു സംഭവം ആ ഫോണിലില്ല. ഇനിയും കഴിഞ്ഞില്ല. കേൾക്കൂ. LSSന്റെ ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് കുട്ടിയെ മാഷ് വിളിച്ചു വരുത്തുന്നത്. LSSന്റെ ക്ലാസ് തുടങ്ങിയിരിക്കുന്നത് ഫെബ്രുവരി 3-ാം തീയതിയാണ്. ഫെബ്രുവരി 3-ാം തീയതി. ജനുവരി 15-ന് LSSന്റെ ക്ലാസ് ഇല്ല. ജനുവരി 26-ന് LSSന്റെ ക്ലാസ്സിന് വീണ്ടും കുട്ടിയെ വിളിച്ചു വരുത്തി എന്ന് പറയുന്ന കുട്ടി. അന്ന് LSSന്റെ ക്ലാസ് ഇല്ല. മാത്രമല്ല അന്ന് മാഷ് സ്കൂളിൽ വന്നിട്ടേ ഇല്ല. കുട്ടി അവിടെ ഒരു ക്വിസ് മത്സരം കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഫോട്ടോ ഞങ്ങളുടെ കയ്യിലുണ്ട്. ജനുവരി 26-ന്. അന്ന് കുട്ടിയുടെ കൂടെ ഇരിക്കുന്ന ഒരുപാട് കുട്ടികളുടെ ഒരു മൊഴിയുണ്ട്. ഈ കുട്ടി കൂടെ ഉണ്ടായിരുന്നു. പപ്പ മാഷ് വന്നിട്ടില്ല. പപ്പ മാഷ് മൊബൈൽ ലൊക്കേഷൻ 8 കിലോമീറ്റർ ദൂരെയാണ്. ഇനി കഴിഞ്ഞില്ല. ഫെബ്രുവരി 2-ാം തീയതി മാഷ് കുട്ടിയെ കൊണ്ട് ബൈക്കിൽ കയറിയിട്ട് പൊയിലൂർക്ക് പോയി എന്ന് പറയുന്നുണ്ട്. ഒലീവ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് കുട്ടി. എവിടെ? ഒലീവ് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ അവിടെ CCTV ഉണ്ട്. അതിന് മാഷ് കുട്ടിയെ കാണാതെക്കുവോ? ഇല്ലില്ല. ശരി, അതിലില്ല. അങ്ങനെയാണെങ്കിലേ ഈ കേസ് പഴയതിൽ എന്തിനാണ് വടക്കേ പൊയിലൂരിൽ ഏതൊരു വീട്ടിൽ ഈ പപ്പൻ മാഷ് ഒളിച്ചിരിക്കേണ്ട സാഹചര്യം എന്താണ്? അയാളൊരു തെമ്മാടിയാണെന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ സാഹചര്യം വെച്ച് ഞങ്ങൾക്ക് പോക്സോയ്ക്ക് ചാർജ് കൊടുക്കണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒത്തുവരണം. അപ്പൊ ഇപ്പോഴും ഞങ്ങൾ പറയുന്ന കുട്ടി കളവ് പറഞ്ഞു എന്നല്ല. ഞങ്ങളിപ്പോ അതുകൊണ്ട് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഒരു സൈക്കോളജിസ്റ്റിനെയും 3 കൗൺസിലർമാരെയും കുട്ടിയുടെ കൂടി ഇരുത്തിയിരിക്കുകയാണ്. എന്നിട്ട് അവര് കുട്ടിയെ കൗൺസിൽ ചെയ്തിട്ട് ഈ കുട്ടി പറഞ്ഞ ഡേറ്റിലും സമയത്തിലും പ്രശ്നമുണ്ടെങ്കിൽ അത് തിരുത്തി തരാൻ വേണ്ടിയിട്ട് അവരെ എംപ്ലോയ് ചെയ്തിരിക്കുക. ഞങ്ങളെല്ലാം കുട്ടിയുടെ ഇടപഴകുന്ന ഇപ്പോ. ഡേറ്റ് ക്ലിയർ ആയി കിട്ടിയാൽ പോക്സോ ചുമത്താൻ പറ്റും. ഡേറ്റ് ക്ലിയർ ആയി കിട്ടിയാൽ 100% കേസ് ചാർജ് കൊടുത്തിരിക്കും. പക്ഷെ ഇപ്പൊ തന്നിരിക്കുന്ന മൊഴി വെച്ച് കേസ് കൊടുക്കാൻ പറ്റില്ല, നിവൃത്തിയില്ല. കോടതി ഞങ്ങൾ മുഖത്ത് വലിച്ചെറിയ സാധനം. അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാതെ നിങ്ങൾ കുറെ പേര് ഒരു മൂലക്കിരുന്നിട്ട് കാര്യങ്ങൾ പഠിക്കാതെ പറയുന്നത് തെറ്റാണ്. അങ്ങനെ ചെയ്യരുത്. ഈ കുട്ടിയോട് ഞങ്ങൾക്ക് 100% അനുകമ്പയും ആ കുട്ടി ഞങ്ങളുടെ ഒരു മകളാണെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ആ കുട്ടിയെ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ കുട്ടി പറയുന്നതും സാഹചര്യങ്ങളും ഒത്തുവന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ കേസ് ചാർജ് കൊടുക്കാൻ പറ്റും? എന്നിട്ട് ഈ കാര്യങ്ങൾ പൊരുത്തപ്പെടാനില്ല. നിങ്ങൾ കേട്ടോളൂ, ഒരു കാര്യം കൂടെ കേട്ടോ. കുട്ടി പറയുന്ന ഒരുപാട് കുട്ടി ഇപ്പം അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടി വെറുതെ പറഞ്ഞു ജനുവരിയിൽ ഏതോ ഒരു ദിവസം, എനിക്ക് ഡേറ്റ് ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ കുട്ടി കോടതിയിൽ പോയി കൃത്യമായി ഡേറ്റ് പറഞ്ഞിരിക്കുക. ഡേറ്റ് പറഞ്ഞല്ലേ? ഡേറ്റ് ഒരു ഡേറ്റ് അല്ല, 3 ഡേറ്റ് പറഞ്ഞു. കുറിച്ചൊരു സംശയം, ഒരു 4ാം ക്ലാസ്സിൽ ഒരു കുട്ടിയുടെ ബുദ്ധി വെച്ച് അങ്ങനെ ഡേറ്റ് ഒക്കെ ഓർമ്മിച്ച് പറയാൻ കഴിയുമോ? അപ്പൊ പിന്നെ എന്തിനാ മോനെ കുട്ടി പറയുന്നത്? അതല്ലേ ഞങ്ങൾ ചോദിക്കുന്നത്. കുട്ടിക്ക് ഡേറ്റ് പറയാൻ കഴിയുമെന്ന് വെച്ചാൽ കുട്ടിക്ക് ഡേറ്റ് പറഞ്ഞിട്ടില്ല. ഞങ്ങളോട് പറഞ്ഞാണെങ്കിലും പോട്ടെ, പോലീസിനോട് പറഞ്ഞ പോലീസ് കള്ളത്തിൽ എഴുതി വെച്ചു നമുക്ക് പറയാം. കോടതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. കോടതിയിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊണ്ടുപോയി പിന്നെ മജിസ്ട്രേറ്റ് കള്ളം പറഞ്ഞു പറയേണ്ടി വരും. അത് ഈ നാട്ടിൽ അങ്ങനെയൊക്കെ പറയാൻ പറ്റും നമുക്ക്? അതൊരു ലേഡി മജിസ്ട്രേറ്റാ, പുരുഷൻ പോലും അല്ല. അപ്പൊ ആ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഇയാളുടെ CDR എന്ന് പറഞ്ഞാൽ കോൾ ഡീറ്റെയിൽസ് ആണ്. അയാൾ എവിടെ പോയി, എവിടെ ഇരുന്നു,
എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പഴയ കാലമല്ല. അതെ അതെ അതെ. അപ്പൊ അതുമായിട്ട് പൊരുത്തപ്പെടാത്ത ഒരു ചാർജ് കൊടുത്താൽ ഒന്ന് ഞങ്ങൾക്ക് ദോഷം, അത് പോട്ടെ. അതിനേക്കാൾ വലിയ ഈ കുട്ടിക്കെതിരെ അയാൾ കേസിന് പോയാൽ അതിന് സമാധാനം പറയേണ്ടി വരും. അയാളൊരു തികഞ്ഞ വർഗീയവാദിയാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. തീർച്ചയായും തികഞ്ഞ വർഗീയവാദിയാണ്. BJP-കാരൻ, RSS-കാരനാണ്. RSS കാരനായതുകൊണ്ട് മാത്രമല്ല, അയാൾ വൃത്തികെട്ടവനാണ്. അയാൾ കുട്ടികളെ ഭീകരമായി മർദ്ദിക്കുകയും കുട്ടികൾക്ക് പൗരത്വ ബില്ലിനെ കുറിച്ച് ക്ലാസ് എടുത്തു കൊടുക്കുകയും ചെയ്യുന്നവനാണ്. അയാളെ ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് വെച്ചുപൊറിപ്പിക്കാൻ പാടില്ലാത്ത ഒരുത്തനാ. എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അയാളെ പിരിച്ചുവിടണം എന്നുള്ള ആഗ്രഹക്കാരനാണ് ഞാൻ. ശരിക്കുള്ള അധികാരമില്ല. അപ്പൊ പോലീസുകാരുടെ കീഴിൽ വലിയ കേസും ചുമത്താൻ കഴിയില്ല അയാൾക്കെതിരെ. ഇപ്പൊ കുട്ടി പറഞ്ഞ മൊഴി വെച്ചിട്ട് ഇതിൽ കൂടുതൽ ചെയ്യാനായിട്ടുള്ള സാഹചര്യമില്ല. ഇപ്പൊ കുട്ടി പറഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, അടുത്ത പറഞ്ഞ ഫെബ്രുവരി 2 എന്ന് പറയുന്ന ദിവസം ഒലിവ് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു, ഏലാങ്കോടുന്ന് മുട്ടായി മേടിച്ചു, ഒരു ക്ഷേത്രത്തിൽ പോയി, ഏതൊരു ക്ഷേത്രത്തിൽ പോയി 12:30 അനുഗ്രഹം മേടിക്കുന്നു. സുഹൃത്തെ, നിങ്ങളെ നാട്ടുകാരനല്ലേ, നിങ്ങൾക്ക് അന്വേഷിച്ചറിയാം 12:30 തുറന്നിരിക്കുന്ന ഏത് അമ്പലം അവിടെ ഉള്ളത്? ഒരു അമ്പലം തന്നെ തുറന്നിരിക്കുന്നത്, എന്നാലും അവിടെ പോയിട്ട് അനുഗ്രഹം വാങ്ങാൻ പറ്റൂ. ഇനി അതും പോട്ടെ, ഈ പറഞ്ഞ മൂന്നാമനായ മനോജും ഈ പപ്പൻ മാഷും തമ്മിൽ ഒന്നിച്ചിരിക്കുന്ന രീതിയിൽ അവരുടെ മൊബൈൽ ലൊക്കേഷൻ ഒന്നിച്ചു വരണ്ടേ? വന്നിട്ടില്ല. അവരുടെ തമ്മിൽ മൊബൈൽ ലൊക്കേഷൻ ഒന്നിച്ചു വരുന്നത് ആകെ 2 തവണയാണ് ഈ 2 മാസത്തില്. അത് തന്നെ വരുന്നിരിക്കുന്നത് രാത്രി 7:45 ശേഷം. ഞാൻ എങ്ങനെ ഇത് കൂട്ടിയൊപ്പിക്കും? എടോ, ഇതൊന്നും വേണ്ട. കുട്ടി ഇങ്ങനെ പറഞ്ഞത് എന്റെ ഈ മാഷും കുട്ടിയും ഒറ്റയ്ക്കുള്ള ഒരു സന്ദർഭം കിട്ടിയതിന് ചെക്കേസ് ചാർജ് കൊടുക്കും. അപ്പൊ അങ്ങനെ ഒരു ദിവസം കിട്ടിയിട്ടില്ല. അതല്ലേ ഈ പറയുന്ന മലയാളം. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഈ ചീത്തപ്പേരൊക്കെ നിൽക്കുവോ? അങ്ങനെ കുട്ടിയുമായി ഒറ്റയ്ക്ക് മാത്രമല്ല, ഈ കുട്ടി ഈ കാര്യങ്ങളുടെ ഗൗരവം കൂട്ടി പറയുന്ന രീതിയിൽ ഈ ഫോട്ടോ എടുത്തു അയച്ചു. മാത്രമല്ല, കുട്ടിയുടെ ഒരു സുഹൃത്ത് ഋഷ ഫാത്തിമ എന്നാണ് കുട്ടിയുടെ ഫോട്ടോ പിന്നെ മൊബൈലിലേക്ക് അയച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ എന്നിട്ട് ഡിലീറ്റ് ചെയ്തു എന്നാണ് കുട്ടിയുടെ ധാരണ. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല എന്നാണ്. അങ്ങനെയല്ല. ഇപ്പൊ നിങ്ങളിപ്പം ഈ നിങ്ങളുടെ മൊബൈൽ എന്റെ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ ഇത്ര മണിക്ക് എന്നോട് സംസാരിച്ചു എന്നുള്ളത് തെളിവുണ്ടാവും. തീർച്ചയായും. അപ്പൊ നിങ്ങൾ ഈ കോൾ റെക്കോർഡ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോണ്ടത് ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ കിട്ടാണ്ട് വരില്ല. അതെ അതെ. അപ്പൊ അതിന് ഞങ്ങൾ എന്ത് ചെയ്യും? വേറൊരു തമാശ കുട്ടി പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ 15-ാം തീയതി ഇങ്ങനെയാണെന്ന് ഓർക്കാൻ കാരണം എന്താ വെച്ചാൽ 15-ാം തീയതി കുട്ടിക്ക് ആർത്തവം തുടങ്ങി. 4ാം ക്ലാസ് 9 വയസ്സല്ലേ? ഓക്കെ, ശരിയാണ്. 11 വയസ്സുണ്ട് കുട്ടിക്ക്. 11 വയസ്സുണ്ട്. കുട്ടി പറഞ്ഞു 11ാമത്തെ വയസ്സാണ് കുട്ടിയുടെ. അപ്പൊ കുട്ടി പറഞ്ഞു വെച്ചാൽ ജനുവരി 15-ന് ആ കുട്ടിക്ക് ആർത്തവം തുടങ്ങി. അതുകൊണ്ടാണ് കുട്ടി ആ ദിവസം ഓർക്കാൻ കാര്യം. ലൈലാബി ടീച്ചർ, അറബി പഠിപ്പിക്കുന്ന ലൈലാബി ടീച്ചർ അന്ന് പാഡ് മാറ്റി കൊടുത്തു മോൾക്ക്. അന്ന് ലൈലാബി ടീച്ചർ സ്കൂളിൽ വേണ്ടേ? വന്നിട്ടില്ല. അന്ന് ലൈലാബി ടീച്ചർ വന്നിട്ടില്ല എന്നല്ല, ലൈലാബി ടീച്ചർ മട്ടന്നൂര് അറബിക് ടീച്ചേഴ്സിന്റെ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഫോട്ടോ ഉണ്ട്, വീഡിയോ ഉണ്ട്, തെളിവുണ്ട്, CDR ഉണ്ട്. ലൈലാബി ടീച്ചറോട് ചോദിക്കുമ്പോൾ ലൈലാബി ടീച്ചർ പറയുന്നു കുട്ടിക്ക് പാഡ് മാറ്റാൻ കൊടുത്തുകൊണ്ട് സത്യമാണ്. അത് 13-ാം തീയതിയാണ്. 15-ാം തീയതി ഞാൻ സ്കൂളിലില്ല. 13-ാം തീയതി ആണല്ലോ. 13-ാം തീയതി ആകുമ്പോൾ മാഷ് സ്ഥലത്തില്ല. മാഷ് 13, 15 സ്ഥലത്തില്ല. മാഷ് 14 വരെ, 4 മുതൽ 14 വരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. 15-ന് സ്കൂളിലില്ല. 15 സ്കൂളിൽ വരുന്നു. ആ മാഷ് 15-ന് സ്കൂളിൽ വരുന്ന ദിവസം ലൈലാബി ടീച്ചർ സ്കൂളിലില്ല. അങ്ങനെ അന്ന് കുട്ടി പറയുന്നത് വെച്ചാൽ ലൈലാബി ടീച്ചർ പാഡ് മാറ്റാൻ കൊടുത്തു. ഇനി അതും പോട്ടെ, 11:30-ക്കും 11:40-നും ഇടയ്ക്കാണ് കുട്ടി പീഡിപ്പിച്ചെന്ന് പറയാം 15-ാം തീയതി. ആ സമയത്ത് മാഷ്ക്ക് 2 കോൾ വരുന്നുണ്ട്, 80 സെക്കൻഡ്, 96 സെക്കൻഡ്. 1.5 മിനിറ്റ് വീതമുള്ള 2 കോളിൽ മാഷ് ഈ പീഡിപ്പിക്കുന്നതിനിടെ ലെറ്റർ ചെയ്തു എന്നാണ് കുട്ടി അവകാശപ്പെടുന്നത്.
പക്ഷെ കുട്ടി പറയുന്ന മൊഴിയില് ഭാഷക്ക് ഫോണും വന്നില്ല, ഭാഷയിൽ ഫോണും ഇല്ല. ആ സമയത്ത് ഫോട്ടോ എടുക്കാൻ മാത്രമാണ് ഫോൺ പിടിച്ചിരിക്കുന്നത് കുട്ടിയുടെ, അല്ല കോളൊന്നും വന്നിട്ടില്ല. അങ്ങനെയാണല്ലേ? ഇത് ഞാൻ എന്ത് ചെയ്യുന്നു നിങ്ങൾ പറ. നിങ്ങൾ പറഞ്ഞാൽ, തുറന്നു പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യവും ചെയ്യാൻ ഇപ്പോഴും തയ്യാറാണ്. നിങ്ങൾക്ക് അവിടെ പോയി അന്വേഷിക്കാവുന്ന കാര്യങ്ങളുള്ളതല്ല. പരസ്പര വൈരുദ്ധ്യങ്ങളെ തെളിവുകളാണുള്ളത് അല്ലേ? അതാണ് പ്രശ്നം. അതാണ് ഞങ്ങളുടെ പ്രശ്നം. ആ വൈരുദ്ധ്യമുള്ള തെളിവുകൾ ഒരുപോലെ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ചാർജ് കൊടുക്കും. അതല്ലാതെ ചാർജ് കൊടുക്കാൻ നിയമമില്ല. അതാണ് പ്രശ്നം. അപ്പൊ ഈ 3 മാസമായിട്ട് ഇപ്പൊ ജയിലിലാകാനും ഇപ്പൊ ഈ തെളിവില്ലല്ലോ. അപ്പൊ അങ്ങനെ ജയിലിലായത് അതാണ് അതിന്റെ പ്രശ്നം. എന്താണെന്ന് വെച്ചാല് പ്രാഥമികമായി കുട്ടി പറഞ്ഞ മൊഴി മാത്രം വെച്ചിട്ട് ഈ വസ്തുതകളൊന്നും കണക്കിലെടുക്കാതെയാണ് അന്ന് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. കുട്ടിയുടെ മൊഴി മുഖവിലേക്ക് എടുത്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ എന്റെ സാധനങ്ങളൊക്കെ വരുമ്പോ അതിന് ഞങ്ങൾക്ക് എക്സ്പ്ലനേഷൻ പറയണ്ടേ?